നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്ന ഗരുഡന്റെ കഥയാണ്. കദ്രുവും വിനതയും തമ്മിലുള്ള പന്തയത്തിൽ വിനത തോറ്റു. അത് കഴിഞ്ഞ് കദ്രുവിന്റെ അടിമയായിട്ട് ജീവിക്കുകയാണ് വിനത. കദ്രുവിന്റെയും മക്കളുടെ എല്ലാ ജോലിയും ചെയ്ത് അവരുടെ കൂടെ ജോലിക്കാരിയെ പോലെ വിനത വർഷങ്ങളോളം ജീവിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. എന്തായിട്ടും വിനതയുടെ രണ്ടാമത്തെ മുട്ട പൊട്ടുന്നില്ല. വിനതയ്ക്ക് മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ട്. എന്റെ മുട്ട പൊട്ടാത്തത് തുറന്നു നോക്കണമെന്നുണ്ട്. പക്ഷെ ഒരു തവണ അബദ്ധം പറ്റി. ഇനി അത് വീണ്ടും വരുത്താൻ വയ്യ. അതുകൊണ്ട് ഇന്നത്തെ സഹിച്ച് ക്ഷമിച്ചിരിക്കുകയാണ്, തുറന്നു നോക്കാതെ. അങ്ങനെ 500 വർഷം കഴിഞ്ഞു. 500 വർഷം കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം ലോകം മുഴുവൻ നടുങ്ങുന്ന ശബ്ദത്തില് വിനതയുടെ ആ കുടം പൊട്ടി, ആ മുട്ട പൊട്ടി, അതിൽ നിന്ന് വിനതയുടെ പുത്രൻ വരികയാണ്. അതാണ് ഗരുഡൻ. പകുതി മനുഷ്യരൂപവും ബാക്കി പകുതി പക്ഷിയുടെ രൂപമാണ് ഗരുഡൻ. കണ്ടാൽ അതിസുന്ദരനാണ് ഗരുഡൻ. വലിയ 2 ചിറകും ഒക്കെ ഉണ്ട് ഗരുഡൻ. അങ്ങനെ വിനതയ്ക്ക് കണ്ടപ്പോൾ സന്തോഷമായി. ഒരമ്മയ്ക്ക് ഇതിൽ പരം വേറെ എന്ത് വേണം? എൻ്റെ മകൻ ജനിച്ചു, എനിക്ക് ഇതിക്കുള്ളിൽ വേറെ ഒന്നും ഇനി കിട്ടാനില്ല എന്നായി വിനതയ്ക്ക്. വിനത സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ ഗരുഡന്റെ കൂടെ കദ്രുവിന്റെയും മക്കളുടെയും ജോലി ചെയ്ത് ജീവിക്കുകയാണ്. പിന്നെ വർഷങ്ങൾ കടന്നു പോവാണ്. അപ്പൊ എന്ത് ജോലി കദ്രു പറഞ്ഞാൽ അത് വിനത ചെയ്യുകയാണ്. മക്കൾക്ക് വേണ്ടിയും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് കദ്രു ഗരുഡനോട് പറയുമ്പോൾ വിനത പറയും ചെയ്തു കൊടുക്ക് എന്ന് പറഞ്ഞ് വിനത ഗരുഡനെയും കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഗരുഡന് മനസ്സിലാവുന്നില്ല എന്തിനാണ് വിനതയും ഗരുഡനും ഇങ്ങനെ കദ്രുവിന്റെയും മക്കളുടെയും ജോലിക്കാരെ പോലെ ജീവിക്കുന്നത്. ഒരു ദിവസം ഗരുഡൻ സഹിയായിട്ട് അമ്മയോട് ചോദിക്കുക, അമ്മ എന്താ കാര്യം? നമ്മൾ എന്തിനാ കദ്രുവിന്റെയും നാഗങ്ങളുടെയും ജോലിക്കാരെ പോലെ ഇങ്ങനെ ജീവിക്കുന്നത്? എന്താ കാര്യം ചോദിക്കുകയാണ്. അപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം വിനത പറയുകയാണ്. കേട്ട് കഴിയുമ്പോൾ ഗരുഡൻ ആകെ സങ്കടവും ദേഷ്യവും ഒത്തിരി വരും. ഗരുഡൻ വേഗം അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്, അമ്മ ഞാൻ നിന്ന് മുക്തയാക്കും എന്ന്. ഗരുഡൻ നേരെ നാഗങ്ങളുടെ ചെല്ലുകയാണ്. ഇത് ചോദിക്കുകയാണ്, എൻ്റെ അമ്മയെ ഈ അടിമത്തിൽ നിന്ന് മുക്തയാക്കണം. അത് ഇനി ഇങ്ങനെ നടക്കാൻ പറ്റില്ല. കുറേ വർഷമായല്ലോ അമ്മ ജോലിക്കാരിയെ പോലെ ജീവിക്കുന്നത്, പറ്റില്ല എന്ന് പറയാം. നാങ്ങൾ പറയും, ശരി അമ്മയെ, നിന്റെ അമ്മയെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ദേവന്മാര് പാലാഴി കടഞ്ഞ അമൃത് ഈ സ്ഥലത്ത് ഇന്നൊരു സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് നീ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് തന്നു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ അമ്മയെ ഇവിടുന്ന് കൊണ്ടുപോകാന്ന് പറയാം. അപ്പോൾ ഗരുഡൻ ചോദിക്കും, വാക്കാണോ, ഉറപ്പാണോ? ഞാൻ അമൃത് എടുത്തുകൊണ്ട് തന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഈ അടിമത്തിൽ നിന്ന് മുക്തയാവുമല്ലോ. അവർ പറയും, നാങ്ങൾ പറയാതെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നിന്റെ അമ്മ ഈ അടിമത്തിൽ നിന്ന് മുക്തയാവും എന്ന് പറയാം, അമൃത് എടുത്തുകൊണ്ട് തന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറയാം, എന്നാൽ ശരി, ഞാൻ നിങ്ങൾക്ക് അമൃത് എടുത്തുകൊണ്ട് തരാം. എന്നിട്ട് വിനത എടുത്ത് ചെല്ലുകയാണെങ്കിൽ, അമ്മേ ഞാൻ അമൃത് എടുക്കാൻ പോവുകയാണ്, അമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറയാം. അപ്പോൾ വിനത അനുഗ്രഹിച്ചു വിടുകയാണ്. ശരി, നീ പോയി അമൃത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ്. എന്നിട്ട് ഗരുഡൻ പോവുകയാണ്. ഗരുഡൻ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഗരുഡൻ ആദ്യം തന്നെ അച്ഛൻ്റെ അടുത്ത് ചെല്ലും. അതായത് കശ്യപ മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛാ എനിക്ക് ഈ അമൃത് എടുത്തുകൊണ്ട് വരണം, അപ്പൊ അതിനുള്ള ശക്തി വേണം, അതിന് ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിക്കുക. അപ്പോൾ കശ്യപ മഹർഷി പറയും, നീ പോകുന്ന വഴിക്ക് ഒരു ആനയാമയുണ്ട്. അവർ തമ്മിൽ എപ്പോഴും അടിയാണ്. അവർ മുജ്ജന്മത്തിൽ ജ്യേഷ്ഠാനിയന്മാരായിരുന്നു. അവർ അന്നും അടിയായിരുന്നു. അവർ തമ്മിൽ തല്ലിയാണ് മരിക്കുന്നത്. അപ്പം അവരിപ്പോഴും അടിയാണ്. അപ്പം നീ ഈ ആനയാമയും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും നീ പോകുമ്പോൾ നിഷാദങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ്. അവരെയും കഴിച്ചോളൂ. അവരെയും കഴിച്ചു കഴിയുമ്പോൾ നിന്റെ വിശപ്പടങ്ങും, നിനക്കത് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും, നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് കശ്യപ മഹർഷി അനുഗ്രഹിച്ചു വിടുകയാണ്. അപ്പം ഗരുഡൻ ചെല്ലുകയാണ്. ഗരുഡൻ ചെന്ന് ഈ ആനയാമയും ഗരുഡൻ കഴിക്കുകയാണ്. എന്നിട്ട് നിഷാദങ്ങളെയും കഴിക്കുകയാണ്. അങ്ങനെ വയറ് നിറഞ്ഞ് ഗരുഡൻ ചെന്ന് ഒരു മരത്തിന്റെ മേളിൽ ഇരിക്കുക. വയറ് മുഴുവൻ നിറഞ്ഞ് ഇനി കുറച്ചേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് മരത്തിന്റെ മേളിൽ ഇരിക്കുമ്പോൾ ഗരുഡൻ ഇരിക്കുമ്പോൾ ഈ ഭാരം കാരണം ഈ മരം നല്ലോണം കുലുങ്ങും. അപ്പോൾ ഒരു കമ്പിലാണ് ഗരുഡൻ ഇരിക്കുന്നത് ഇതിന്റെ. അപ്പൊ മൊത്തമായിട്ട് മരം ഒന്ന് കുലുങ്ങുമ്പോൾ ഈ മരത്തിന്റെ വേറൊരു കമ്പിലാണ് വാൽക്കില്യന്മാര് തപസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ തള്ളവരലിലെ വലിപ്പമുള്ള മഹർഷിമാർ 60,000 പേർ അവർ തപസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇത് കുലുങ്ങുമ്പോൾ ഇവർ താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ഇവർ തറയിൽ വീഴുന്നതിന് മുമ്പ് ഗരുഡൻ ഇവരെയൊക്കെ ഗരുഡന്റെ പുറത്തെടുത്ത് ഗരുഡൻ ഒരു മലയുടെ മുകളിൽ കൊണ്ട് ഇറക്കുകയാണ് ഇവരെ. അവർക്ക് വലിയ സന്തോഷം. അവർ പറയും, നീ പോകുന്ന കാര്യങ്ങളെല്ലാം നടക്കട്ടെ, നിനക്ക് നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞ് അവരനുഗ്രഹിക്കുകയാണ്. ഗരുഡൻ സന്തോഷമാകും. ഗരുഡൻ അങ്ങനെ അമൃത് എടുക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഈ ഗരുഡൻ കശ്യപ മഹർഷിയുടെ അനുഗ്രഹം വാങ്ങിച്ചിറങ്ങുമ്പോൾ മുതൽ തന്നെ ദേവലോകത്ത് അപശകുനങ്ങൾ കാണുകയാണ്. ദുശകുനങ്ങൾ, ഒരുപാട് ദുശകുനങ്ങൾ. അപ്പോൾ ഇത് കാണുമ്പോൾ
ദേവേന്ദ്രൻ ആകെ വിഷമം. ദേവേന്ദ്രൻ ഒരു ചെറിയ കാര്യം മതി വെപ്രാളം കൂടാൻ. അപ്പം വെപ്രാളപ്പെട്ട് ദേവേന്ദ്രൻ വേഗം ദേവഗുരുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഗുരു, എന്താ ഇത്, എന്താ ഇങ്ങനെ മുഴുവൻ ദുശകുനങ്ങൾ, എന്താ കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല, ദേവലോകത്ത് മുഴുവൻ ദുശകുനങ്ങൾ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഗരുഡൻ അമൃതെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, അതാണ് ഈ ദുശകുനങ്ങൾ മുഴുവൻ കാണുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ ദേവേന്ദ്രൻ ആകെ വിഷമാവും. ദേവേന്ദ്രൻ വേഗം എല്ലാ ദേവന്മാരെയും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവരെല്ലാം യുദ്ധത്തിന് തയ്യാറാവുകയാണ്. എന്നിട്ട് ഈ അമൃത് വെച്ചേക്കുന്ന സ്ഥലത്ത് ചെന്ന് അവർ കാവൽ നിൽക്കുകയാണ്. ഗരുഡൻ എത്തുമ്പോൾ യുദ്ധം തുടങ്ങാൻ വേണ്ടി. ഗരുഡൻ എത്തിക്കഴിയുമ്പോൾ ആദ്യം തന്നെ വായുദേവൻ കാറ്റുകൊണ്ട് ഗരുഡനെ ഒന്ന് പറത്താൻ നോക്കും. പക്ഷെ ഗരുഡന്റെ ചിറക് വെച്ച് 2 വീശുമ്പോഴേക്കും ദേവന്മാരെല്ലാം 4 ഭാഗത്തായിട്ട് ചെന്ന് വീഴാണ്. പിന്നെ യുദ്ധമാണ്, കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. പക്ഷെ എന്തായിട്ടും ഗരുഡനെ തോൽപ്പിക്കാൻ ഇത്രയും ദേവന്മാർ കൂടി പറ്റുന്നില്ല. അവസാനം അവര് തോക്കും എന്ന അവസ്ഥയായി, അവർക്ക് മനസ്സിലായി അവർ തോറ്റു എന്നുള്ളത്, മരിക്കുന്നുള്ള അവസ്ഥയായി കഴിഞ്ഞപ്പോൾ അവർ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഗരുഡൻ അടുത്ത് ചെല്ലുകയാണ്, അമൃതം എടുക്കാൻ വേണ്ടി ചെല്ലുക. അപ്പോൾ ഒരു ചക്രം പോലത്തെ ഒരു ഇതിനകത്താണ് അമൃതം ഇരിക്കുന്നത്. അപ്പം അതിനകത്തേക്ക് കയറണമെങ്കിൽ വളരെ ചെറിയ ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഗരുഡൻ സ്വയം വളരെ ചെറുതാവാണ്, വളരെ ചെറിയ ആളായിട്ട് ഈ ചക്രത്തിന്റെ ഈ വിടവിൽ കൂടി കയറ്റുന്ന അമൃതം എടുക്കാൻ വേണ്ടി കയറുകയാണ്. അമൃതം എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കാണുന്നതായിട്ട് 2 നാഗങ്ങളാണ് അമൃതന് കാവലിരിക്കുന്നത്. ഗരുഡൻ വേഗം സ്വന്തം രൂപത്തിലേക്ക് മാറുകയാണ്, വലിയ രൂപത്തിലേക്ക് മാറി നാഗങ്ങളായിട്ട് യുദ്ധം ചെയ്യുകയാണ്. എന്നിട്ട് നാഗങ്ങളെ കൊല്ലുകയാണ്. ഈശ്വര, നാഗങ്ങളെ കൊന്നിട്ട് ആ അമൃതം എടുത്തുകൊണ്ട് ഗരുഡൻ പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരുമ്പോൾ ഈ ചക്രതെല്ലാം നശിപ്പിച്ചിട്ടാണ് ഗരുഡൻ വരുന്നത്. പുറത്തേക്ക് വരിക, എന്നിട്ട് ഗരുഡൻ ഈ അമൃതം കൊണ്ട് പോവുകയാണ് നാഗങ്ങൾക്ക് കൊടുക്കാൻ. കുറച്ചുകൂടി എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഒരാൾ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നോക്കുമ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു. ഗരുഡൻ ചോദിക്കുക, എന്താ ഭഗവാനെ, എന്താ എൻ്റെ മുമ്പിൽ അങ്ങ് വന്നത്? ഭഗവാൻ പറയും, എനിക്ക് നിന്റെ ഈ പ്രവൃത്തി വളരെയധികം ഇഷ്ടമായി. നിനക്ക് ഈ അമൃത് സേവിച്ച് സ്വയം അമരനാവാം, പക്ഷെ നീ അതിന് ശ്രമിക്കാതെ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് നീ നാഗങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. നിനക്ക് നിന്റെ അമ്മയെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വളരെയധികം സന്തുഷ്ടനായി. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗരുഡനും സന്തോഷമാവും. ഭഗവാൻ പറയാം, നിനക്ക് ഇന്ന് മുതൽ മരണമില്ല, നീ ഇന്ന് മുതൽ അമരനാണെന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ഗരുഡനെ. അതുപോലെ തന്നെ ഇന്ന് മുതൽ എൻ്റെ വാഹനം നീയാണ് എന്നും പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേൾക്കുമ്പോൾ ഗരുഡന് വലിയ സന്തോഷമാവും. അപ്പോൾ ഭഗവാൻ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വരം വേണോ? അപ്പോൾ എനിക്ക് ചോദിച്ചോളാൻ പറയും. അപ്പോൾ ഗരുഡൻ പറയും, എനിക്ക് 2 ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എപ്പോഴും ഭഗവാനേക്കാളും മേളിലിരിക്കണം. അപ്പോൾ ഭഗവാൻ പറയും, ശരി, അങ്ങനെ ആവട്ടെ. അപ്പോൾ അത് പിന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് ഭഗവാൻ ജനിക്കുമ്പോഴും എപ്പോഴും ഭഗവാന്റെ കൊടിയിൽ ഗരുഡനാണ്. അപ്പോൾ ഭഗവാനേക്കാളും മേളിലാണ് കൊടി വരുന്നത്. അപ്പോൾ ആ കൊടിയിൽ എപ്പോഴും ഗരുഡനാണ്. അപ്പോൾ ആ അനുഗ്രഹം അങ്ങനെ ഭഗവാൻ പ്രാവർത്തിയാക്കി കൊടുക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ എന്ത് വരാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഇന്ന് മുതൽ നാഗങ്ങളാണ് എൻ്റെ ഭക്ഷണം, അവരെൻ്റെ ഭക്ഷണമാവണം. അപ്പം ഭഗവാൻ ഒന്ന് ആലോചിക്കും, എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഗരുഡന് വലിയ സന്തോഷമാവും. ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ പോവാണ്, അപ്രത്യക്ഷനാവുകയാണ്. ഗരുഡൻ വീണ്ടും ഇങ്ങനെ പോവാണ്. അപ്പം നാഗങ്ങളുടെ അടുത്ത് എത്താറായി. വേഗം വേറൊരാൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക, അപ്പോൾ ദേവേന്ദ്രൻ. അപ്പോൾ ഗരുഡൻ പറയും, ഞാൻ തോപ്പിച്ചിട്ടാണ് അമൃതം എടുത്ത് അപ്പം ഇനിയും യുദ്ധത്തിന് വരുവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവേന്ദ്രൻ, അല്ല, ഞാൻ യുദ്ധത്തിന് വന്നതല്ല, ഞാൻ ഒരു അപേക്ഷയായിട്ട് വന്നതാണ്. ഒരു കാരണവശാലും നാഗങ്ങൾക്ക് കൊടുക്കരുത്, ഇത് ദേവന്മാർക്കുള്ളതാണ്, ഇത് എനിക്ക് തിരിച്ചു തരണമെന്ന് ദേവേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഗരുഡൻ പറയും, ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വാക്ക് കൊടുത്തതാണ് ഇത് അവിടെ കൊണ്ട് കൊടുക്കാമെന്ന്. നാഗങ്ങൾക്ക് അമൃതം അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്താണ്. എനിക്ക് എൻ്റെ അമ്മയെ ഈ അടിമത്തത്തിൽ നിന്ന് മുക്തയാക്കണം, അതിന് ഇതേ വഴിയുള്ളൂ. അപ്പോൾ എനിക്ക് പറഞ്ഞ വാക്ക് പാലിക്കാതെ പറ്റില്ല, അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ ദേവേന്ദ്രൻ ആകെ സങ്കടം, ഇനി എന്ത് ചെയ്യും? കാരണം എന്തായാലും ഗരുഡനെ തോപ്പിക്കാൻ ദേവേന്ദ്രന് പറ്റില്ല എന്നുള്ള ദേവേന്ദ്രൻ മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് ഗരുഡൻ ഇങ്ങനെ പറയുകയാണ്, ഒരു കാര്യമുണ്ട്, ഞാൻ നാഗങ്ങൾക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായാലും അവർ സേവിക്കുന്നതിന് മുമ്പ് അവർ കുളിച്ച് ശുദ്ധമായിട്ട് വന്നേ അവർ സേവിക്കുന്നുണ്ടാവുള്ളൂ. അപ്പം ആ സമയം കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളൂ ഈ അമൃതം എന്ന് പറയുകയാണ്. അപ്പോൾ ദേവേന്ദ്രൻ, അത് മതി, അത് നല്ലൊരു കാര്യമാണ്, ഒരു കാരണവശാലും ഞാനിത് എടുത്തു തരില്ല, പക്ഷെ ഞാനിത് അവിടെ കൊണ്ട് കൊടുക്കും, അവർ അമൃതം അവിടെ വെച്ചിട്ട് പോകുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഗരുഡൻ പോവുകയാണ്. എന്നിട്ട് ഗരുഡൻ നേരെ ചെന്ന് നാഗങ്ങൾക്ക് അമൃത് കൊടുക്കുകയാണ്.
അപ്പം എല്ലാം ചോദിക്കും, ഇനിയിപ്പോൾ എൻ്റെ അമ്മ അടിമത്തിൽ നിന്ന് മുക്തയാണല്ലോ അല്ലേ? അപ്പോൾ അവർ പറയും, നാഗങ്ങൾ പറയാം, അതെ അമ്മ അടിമത്തിൽ നിന്ന് മുക്തയാണ്, അമ്മയും കൊണ്ട് പൊക്കോളൂ എന്ന് പറയാം. അത് അപ്പം തന്നെ ഗരുഡൻ ചെന്ന് അമ്മയും കൊണ്ട് പോവുകയാണ്. നാഗങ്ങൾ കുളിച്ചു യുദ്ധാൻ വേണ്ടി പോകുന്ന സമയത്ത് വന്ന് ദേവേന്ദ്രൻ അമൃത് എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നാഗങ്ങൾക്ക് ഒരിക്കലും അമൃത് കിട്ടിയില്ല. ഇങ്ങനെയാണ് നാഗങ്ങളും ഗരുഡനും തമ്മിലുള്ള ശത്രു തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.